നമസ്കാരം. തെളിഞ്ഞ കാലാവസ്ഥയുള്ള ഒരു ദിവസമായിരുന്നു ജൂലൈ 13 ശനിയാഴ്ച. അന്ന് പെൻസിൽവാനിയയിലെ ബട്ട്ലർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തിരഞ്ഞെടുപ്പ് റാലി നടക്കുകയാണ്. ആ റാലിയെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചതാകട്ടെ മുൻ അമേരിക്കൻ പ്രസിഡന്റും ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. പെട്ടെന്നാണ് ഏതാണ്ട് 140 മീറ്റർ അകലെയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ നിന്നും ഒരു വെടിയുണ്ട പാഞ്ഞു വരികയും അദ്ദേഹത്തിൻ്റെ വലത് ചെവിക്ക് പരിക്കേൽപ്പിച്ച് കടന്നുപോവുകയും ചെയ്തു. പരിഭ്രാന്തിയിലായ ട്രംപും അനുയായികളും പെട്ടെന്ന് തന്നെ നിലത്ത് കിടക്കുകയും ഉടൻ തന്നെ സീക്രട്ട് സർവീസ് ഓഫീസേഴ്സ് എത്തി ട്രംപിന് സുരക്ഷ ഒരുക്കുകയും ചെയ്തു. പിന്നീട് ഒട്ടും താമസിയാതെ തന്നെ അദ്ദേഹത്തെ സുരക്ഷിതമായിട്ട് വാഹനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ട്രംപ് തൻ്റെ കൈ മുഷ്ടി ചുരുട്ടി അവിടെ കൂടിയിരുന്ന അനുയായികളുടെ നേരെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഫൈറ്റ് 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 എന്ന്. ഇത് സംഭവിക്കുന്നതിനിടയിൽ തന്നെ 20 വയസ്സുള്ള തോമസ് മാത്യൂസ് ക്രൂക്സ് എന്ന് പറയുന്ന കൊലയാളി സ്നൈപ്പറെ സീക്രട്ട് സർവീസ് ഏജന്റുമാരുടെ സ്നൈപ്പേഴ്സ് വകവരുത്തിയിരുന്നു. ലോകം മുഴുവൻ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ട്രംപിനെതിരെയുള്ള വധശ്രമം. എന്നാൽ ഇത് അമേരിക്കക്കാർക്ക് ഇതൊരു പുതിയ സംഭവമല്ല. കാരണം അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുക്കു മുമ്പും പ്രസിഡന്റായിരുന്നവർക്ക് അല്ലെങ്കിൽ പ്രസിഡന്റായിട്ട് അധികാരത്തിലിരിക്കുന്ന സമയത്ത് തന്നെ പലർക്കും വെടിയേൽക്കുകയും അതിൽ ചിലർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായി അധികാരമേറ്റ എബ്രഹാം ലിങ്കന് വെടിയേറ്റതും അദ്ദേഹത്തിൻ്റെ മരണവും കൊലയാളിയുടെയും അതുപോലെ തന്നെ കൊല ചെയ്യാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തിൻ്റെയും പ്രത്യേകത കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു. ആരായിരുന്നു എബ്രഹാം ലിങ്കന്റെ കൊലയാളി? എന്തായിരുന്നു എബ്രഹാം ലിങ്കനെ കൊല ചെയ്യാനുള്ള കാരണം? ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഏവർക്കും സ്വാഗതം. അമേരിക്കയിൽ സിവിൽ വാർ നടക്കുന്ന കാലം. കോൺഫെഡറേറ്റുകളും അതുപോലെ തന്നെ യൂണിയൻ സൈനികരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൊല ചെയ്യപ്പെട്ട സൈനികർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് എബ്രഹാം ലിങ്കൺ ഒരു പ്രസംഗം നടത്തുകയാണ്. അത് നടക്കുന്നത് പെൻസിൽവാനിയയിലെ ഗെറ്റിസ്ബർഗിലുള്ള ബാറ്റിൽ ഫീൽഡ് സിമിത്തേരിയിലാണ്. സിമിത്തേരിയിലെ ശവമടക്ക് ചടങ്ങുകൾക്ക് ശേഷമാണ് എബ്രഹാം ലിങ്കൺ ഈ പ്രസംഗം നടത്തുന്നത്. പ്രസംഗത്തിന് ഇടയിൽ അദ്ദേഹം അടിമത്തത്തിനെതിരായിട്ടും സിവിൽ വാർ അവസാനിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ പ്രസംഗിച്ചു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അടിമകളാക്കപ്പെട്ട കറുത്തവർഗക്കാരായിട്ടുള്ള എല്ലാവരും ഈ സിവിൽ വാർ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിയൻ സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ സിവിൽ വാറിനെതിരായിട്ട് പോരാടണമെന്നായിരുന്നു. ഈ പ്രസംഗം പെട്ടെന്ന് വലിയ വാർത്തയായി തീരുകയും ഇത് കോൺഫെഡറേറ്റുകളെ പലരെയും ചൊടിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് കോൺഫെഡറേറ്റുകൾ പലരും എബ്രഹാം ലിങ്കനെതിരായിട്ട് തിരികുകയും എബ്രഹാം ലിങ്കനോടുള്ള വിരോധം വർദ്ധിക്കുവാനും ഈ പ്രസംഗം കാരണമായി. വർഷങ്ങൾ കടന്നുപോയി 1865 ആയപ്പോഴേക്കും എബ്രഹാം ലിങ്കൻ വീണ്ടും ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ആ പ്രസംഗം നടന്നത് വൈറ്റ് ഹൗസിൽ വെച്ചായിരുന്നു. പ്രസംഗത്തിൽ അദ്ദേഹം കറുത്തവർഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രസംഗിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ആശയങ്ങളായിരുന്നു കറുത്തവർഗക്കാർക്ക് വിദ്യാഭ്യാസം നൽകുക, അതുപോലെ തന്നെ വോട്ടവകാശം നൽകുക തുടങ്ങിയവ. പ്രസംഗം കേൾക്കാനായിട്ട് ഒത്തുകൂടിയവരുടെ കൂട്ടത്തിൽ ഈ പ്രസംഗിക്കുന്നതൊന്നും ഇഷ്ടപ്പെടാതെ ഇരുന്ന ഒരു വർണ്ണവെറിയനായ ഒരു നാടക നടനുണ്ടായിരുന്നു. ആ നാടക നടൻ അപ്പോൾ തന്നെ ഹൃദയത്തിൽ കുറിച്ചു, ഈ മനുഷ്യൻ്റെ അവസാനത്തെ പ്രസംഗമാണ് ഇത് എന്ന്. ആ വ്യക്തിയുടെ പേരായിരുന്നു ജോൺ വിൽക്സ് ബൂത്ത്. ജോൺ വിൽക്സ് ബൂത്ത് എബ്രഹാം ലിങ്കനെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു എന്നതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ പ്രസംഗത്തിൽ എബ്രഹാം ലിങ്കൻ നടത്തിയ പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ ഒരു കോൺഫെഡറേറ്റ് അനുഭാവിയായിരുന്ന തനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് താൻ എന്ത് ചെയ്തത്? താൻ എബ്രഹാം ലിങ്കനെ വധിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത്. പിന്നീട് എബ്രഹാം ലിങ്കനെ എങ്ങനെ വകവരുത്താം എന്നതിനെ സംബന്ധിച്ചായിരുന്നു ബൂത്തിൻ്റെ ചിന്ത മുഴുവൻ. നാടകങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു എബ്രഹാം ലിങ്കൻ. അതുകൊണ്ട് തന്നെ എബ്രഹാം ലിങ്കൻ വരാൻ സാധ്യതയുള്ള ഒരു തിയേറ്ററിൽ വെച്ച് അദ്ദേഹത്തെ വകവരുത്തുവാനായിട്ട് ബൂത്ത് തീരുമാനിക്കുകയാണ്. 1865 ഏപ്രിൽ 14 എബ്രഹാം ലിങ്കണും തൻ്റെ ഭാര്യ മേരി ടോഡ് ലിങ്കണും ചേർന്ന് അവർ അമേരിക്കൻ കസിൻ എന്ന പ്രശസ്ത നാടകം കാണുവാനായിട്ട് ഫോർഡ്സ് തിയേറ്ററിലേക്ക് എത്തുന്നു. അവിടെ ബാൽക്കണിയിൽ സൈഡിലായിട്ട് പ്രത്യേകം സജ്ജീകരിച്ച ഒരു ബോക്സിലാണ് പ്രസിഡന്റും വൈഫും ഇരിക്കുന്നത്. കൂടെ
മേജർ ഹെൻറി റാത്ബോർഡും സാര ഹാരിസും ഇരിക്കുന്നു. ഏതാണ്ട് 10 മണിയോടുകൂടെയാണ് ബൂത്ത് ഫോർഡ്സ് തിയേറ്ററിനുള്ളിൽ പ്രവേശിക്കുന്നത്. അപ്പോഴേക്കും നാടകം ആരംഭിച്ചിരുന്നു. ഇദ്ദേഹം തിയേറ്ററിനുള്ളിൽ ചെന്നപ്പോഴും ആരും അദ്ദേഹത്തെ സംശയിക്കുന്നില്ല. കാരണം അവിടുത്തെ ഒരു നിത്യ സന്ദർശകനാണ്, അവിടെ സ്ഥിരമായിട്ട് നാടകങ്ങൾ പെർഫോം ചെയ്യുന്ന ഒരാളാണ് ബൂത്ത്. അതുകൊണ്ട് തന്നെ ആർക്കും അദ്ദേഹത്തെ സംശയിക്കേണ്ട ആവശ്യവുമില്ല. ഇദ്ദേഹം നേരെ പോകുന്നത് പ്രസിഡന്റ് ഇരിക്കുന്ന ബോക്സിന് അരികത്തേക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ കവാടത്തിന് അടുത്തേക്കാണ്. ആ കവാടത്തിനടുത്ത് എത്തുമ്പോൾ ഇദ്ദേഹം കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗാർഡ് പ്രസിഡന്റിന്റെ റൂമിന് മുൻപിലായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ഈ ഗാർഡ് പോലും അകത്ത് കടക്കാൻ ശ്രമിക്കുന്ന ബൂത്തിനെ തടഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത്രമേൽ പ്രശസ്തനായ ഒരു നടനായിരുന്നു ജോൺ വിൽക്സ് ബൂത്ത് എന്നത്. അങ്ങനെ ഈ പ്രസിഡന്റ് ഇരിക്കുന്ന ബോക്സിനുള്ളിൽ കടന്ന ബൂത്ത് ഉടൻ തന്നെ ആ ബോക്സിന്റെ ഡോറ് ക്ലോസ് ചെയ്യുകയാണ്. മാത്രമല്ല ഈ ഗാർഡ് ശബ്ദം കേട്ട് അകത്ത് കടക്കാതിരിക്കാനുള്ള തടസ്സവും അവിടെ ഏർപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം കൃത്യമായ സമയത്തിനായിട്ട് കാത്തിരുന്നു. നാടകങ്ങൾ, ഈ അവർ അമേരിക്കൻ കസിൻ എന്ന നാടകം നന്നായിട്ട് അറിയാമായിരുന്ന ഒരാളായിരുന്നു ബൂത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനറിയാം ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോഴേക്കും ഒരു കോമഡി കേട്ട് ജനങ്ങളെല്ലാം അല്ലെങ്കിൽ ഓഡിയൻസ് എല്ലാം പൊട്ടിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനായിട്ട് ബൂത്ത് ആ സമയം എത്തുന്നത് വരെ ബൂത്ത് ആ ബോക്സിൽ കാത്തിരുന്നു. നാടകത്തിലെ ആ പ്രത്യേക സമയം എത്തിയപ്പോൾ കോമഡി കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ഓഡിയൻസിന്റെ ശബ്ദത്തിനിടയിൽ ബൂത്ത് തന്റെ തോക്കെടുത്ത് എബ്രഹാം ലിങ്കന്റെ തലയ്ക്ക് പുറകിലായി ചൂണ്ടി അദ്ദേഹം വെടിവെച്ചു. വെടിയേറ്റ പ്രസിഡന്റ് അപ്പോൾ തന്നെ ബോധരഹിതനായി മുൻപിലേക്ക് വീഴുകയാണ്. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ഹെൻറി റാത്ബോർഡ് ഈ കൊലയാളിയായ ബൂത്തിനെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇദ്ദേഹം കൊല ചെയ്തിട്ട് രക്ഷപ്പെടാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിലും ആ സമയത്ത് അതിനെ തടസ്സപ്പെടുത്തി ഈ കൊലയാളി ബൂത്തിനെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് ഹെൻറി റാത്ബോർഡാണ്, മേജർ ഹെൻറി റാത്ബോർഡ്. പക്ഷേ അദ്ദേഹം അതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ആ സമയം ബൂത്ത് തൻ്റെ കയ്യിലിരുന്ന കത്തി കൊണ്ട് ഈ റാത്ബോർഡിൻ്റെ ഷോൾഡറിൽ പരിക്കേൽപ്പിച്ച് ആ ബാൽക്കണിയിൽ നിന്നും നേരെ വേദിയിലേക്ക് എടുത്ത് ചാടുകയാണ്. ചാട്ടത്തിനിടയിൽ അടിതെറ്റിയ ബൂത്ത് താഴെ വന്ന് വീഴുകയും തൻ്റെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തു. ആ വേദിയിലൂടെ ആ മുടന്തി ഓടുന്ന ബൂത്തിനെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന കാണികൾ ആദ്യം വിചാരിച്ചത് ഇത് നാടകത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് എന്നാണ് ആദ്യം വിചാരിച്ചത്. അങ്ങനെ വേദിയിലൂടെ എന്തോ പുലമ്പിക്കൊണ്ട് ഈ ബൂത്ത് അങ്ങനെ ഓടുന്ന സമയത്ത് കാണികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. പക്ഷെ പിന്നീടാണ് അറിയുന്നത് പ്രസിഡന്റിന് വെടിയേറ്റ കാര്യം. പിന്നീടാണ് ഈ കാണികൾ അറിയുന്നത്. അറിഞ്ഞ മാത്രയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓർക്കസ്ട്ര ടീം ഈ ബൂത്തിനെ തടയാൻ, കൊലയാളി ബൂത്തിനെ തടയാനായിട്ട് ശ്രമിക്കുന്നു എങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവസാനം അവിടെ നിന്നും രക്ഷപ്പെടുന്ന ബൂത്ത് ഈ തിയേറ്ററിന്റെ പിന്നിൽ സജ്ജീകരിച്ചിരുന്ന ഒരു കുതിരയിൽ കയറി രാത്രിയുടെ ഇരുട്ടിലേക്ക് അങ്ങനെ രക്ഷപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോഴേക്കും പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ സ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തെ ഫോർഡ്സ് തിയേറ്ററിന്റെ സമീപത്തുണ്ടായിരുന്ന പീറ്റേഴ്സൺ ഹൗസിലേക്ക് മാറ്റുകയാണ്. അവിടെ ഡോക്ടർ എത്തി അദ്ദേഹത്തിൻ്റെ ജീവൻ സംരക്ഷിക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 7:22 അമേരിക്ക കണ്ട എക്കാലത്തെ മികച്ച മനുഷ്യസ്നേഹിയായ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ അങ്ങനെ അവിടെ മരണപ്പെടുകയാണ്. അപ്പോഴേക്കും ഒടിഞ്ഞ കാലുമായിട്ട് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിലായിരുന്നു കൊലയാളി ബൂത്ത്. എന്നാൽ പരിക്കേറ്റ കാലുമായിട്ട് അധിക ദൂരം തനിക്ക് താണ്ടാൻ കഴിയുകയില്ല എന്നുള്ള ബോധത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സാമുവൽ മഡ് എന്ന ഡോക്ടറിനെ ചെന്ന് കാണുകയാണ്. തൻ്റെ കാലിന് ചികിത്സ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് സാമുവൽ മഡിൻ്റെ അടുത്ത് ചെല്ലുന്നത്. എന്നാൽ മഡ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നു. പിന്നീട് റിച്ച് ഹില്ലിൽ നിന്നും അവരെ പോട്ടോമാക് നദിയുടെ തീരത്തേക്ക് നടക്കുകയാണ്. പോട്ടോമാക് നദിയുടെ തീരത്തെത്തിയപ്പോഴേക്കും അവിടെ നല്ല മൂടൽമഞ്ഞാണ്. ഈ മൂടൽമഞ്ഞിൻ്റെ സമയത്ത് അവർ ആ നദി മുറിച്ച് കിടന്ന അക്കരെ ഒരു കറുത്ത വർഗ്ഗക്കാരൻ്റെ വീട്ടിൽ അഭയം പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ കറുത്ത വർഗ്ഗക്കാരൻ ഇവരെ അവിടെ അഭയം കൊടുക്കുന്നതിൽ നിന്നും ഇവരെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് അഭയം കൊടുക്കാതെ ഇവരിൽ സംശയം തോന്നിയത് കൊണ്ടും ആ സമയത്ത് ഈ ന്യൂസ് വല്ലാതെ സ്പ്രെഡായിരുന്നത് കൊണ്ട് തന്നെ ഇവരെ അവിടെ അഭയം കൊടുക്കുവാനായിട്ട് കറുത്ത വർഗ്ഗക്കാരനായിരിക്കുന്ന ആ മനുഷ്യൻ തയ്യാറാകാതെ അവരെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നും രക്ഷപ്പെട്ടോടിയ ബൂത്ത്
അങ്ങനെ ഗ്യാരറ്റ് ഫാമിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ഗ്യാരറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ ആ ഫാമിനോട് ചേർന്നുള്ള ഒരു കളപ്പുരയിൽ ഇവർക്ക് താമസിക്കുവാനായിട്ടുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ അവർ ആ കളപ്പുരയിൽ ഒളിച്ചു താമസിക്കുകയാണ്. അവർക്ക് ആവശ്യമായിരിക്കുന്ന മദ്യം അവിടെ ഉണ്ടായിരുന്നു. അവർ ആ മദ്യമൊക്കെ കഴിച്ച്, പ്രത്യേകിച്ച് ബൂത്ത് മദ്യമൊക്കെ നന്നായിട്ട് കഴിച്ച് അങ്ങനെ ഉറങ്ങാനായിട്ട് കിടന്നു. സൈനികരുടെ കുതിരകളുടെ കുളമ്പടി ശബ്ദം കേട്ടിട്ടാണ് ഇവരങ്ങനെ ഞെട്ടി ഉണരുകയാണ്. അപ്പോഴേക്കും ഈ കളപ്പുരയ്ക്ക് ചുറ്റും സൈനികർ വളഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിന് പല വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട്. ചിലർ അതിനെ നിരീക്ഷിക്കുന്ന കാര്യം, ഈ ഗ്യാരറ്റ് ഇവർ കുറ്റവാളികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെ ആ കളപ്പുരയിൽ താമസിപ്പിച്ചത് എന്നാണ്. ഇവർ കളപ്പുരയിൽ കയറി ഇവർ ഉറങ്ങിയതിന് ശേഷം താൻ പുറത്തു വന്നിട്ട് ആ കളപ്പുരയുടെ വാതില് അങ്ങനെ ലോക്ക് ചെയ്തു എന്നും പറയാറുണ്ട്. അങ്ങനെ ഏതായാലും ഇവരിപ്പോൾ സൈന്യത്താൽ വളയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ കീഴടങ്ങാൻ തയ്യാറാകാത്ത ബൂത്ത് സൈന്യത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്നതിനിടയിൽ വെടിയേറ്റ് അങ്ങനെ അവിടെ ആ ഗ്യാരറ്റ് ഫാമിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഒരു നാടക നടൻ്റെ വർണ്ണവെറി അദ്ദേഹത്തെ തോക്കെടുക്കാൻ പ്രേരിപ്പിക്കുകയും അത് അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ എന്ന മഹാമനുഷ്യനെ വെടിവെച്ച് കൊല്ലുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അമേരിക്കയുടെ ചരിത്രത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന, അധികാരത്തിലിരിക്കെ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് എബ്രഹാം ലിങ്കൻ മാറുകയായിരുന്നു. എബ്രഹാം ലിങ്കനെ കൊണ്ട് അവിടെ അവസാനിച്ചില്ല. വീണ്ടും പ്രസിഡന്റുമാർ പലരും അങ്ങനെ തോക്കിനിരയാകുകയുണ്ടായി. ചിലർ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു പോയി. ഇതിൽ ഡൊണാൾഡ് ട്രംപ് എന്നത്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമം അവസാനത്തേത് മാത്രമാണ് എന്നത്. ട്രംപ് ഭാഗ്യവശാൽ രക്ഷപ്പെട്ടുവെങ്കിലും കൊലയാളിയുടെ ആദ്യ ബുള്ളറ്റിന് ഉന്നം തെറ്റിയെന്ന് മനസ്സിലാക്കിയ സ്നൈപ്പർ വീണ്ടും വെടിവെക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ചിലർക്ക് പരിക്കേറ്റു. അതിൽ കോറി എന്ന് പറയുന്ന ഒരു പഴയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ വ്യക്തിക്ക് വെടിയേൽക്കുകയും അദ്ദേഹം അവിടെ കൊല ചെയ്യപ്പെടുകയും ആണ് ഉണ്ടായത്. കാരണം അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളും ഭാര്യയും ഒരുമിച്ചാണ് ആ റാലിയിൽ പങ്കെടുക്കുവാനായിട്ട് വന്നത്. ആ സമയത്ത് തൻ്റെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു ഹ്യൂമൻ ഷീൽഡായിട്ട് മാറുകയായിരുന്നു എന്നാണ് പറയുന്നത്. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൽ പലരും തോക്കെടുത്തതിൻ്റെ ഫലമായിട്ട് മരണപ്പെടുന്നുവെങ്കിലും അമേരിക്കയിൽ തോക്കിനോടുള്ള പ്രണയത്തിന് യാതൊരുവിധ കുറവുമില്ല. ഈ തോക്ക് വേണ്ട എന്ന് വാദിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ഒരു നല്ലൊരു ശതമാനവും തോക്ക് സെൽഫ് പ്രൊട്ടക്ഷനായിട്ട് വേണം എന്ന് ആവശ്യപ്പെടുന്നവരാണ്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അതിന് കുഴപ്പമില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തോക്ക് അമേരിക്കയിൽ പ്രസിഡന്റുമാർ മുതൽ സ്കൂളുകളിലും കോളേജുകളിലും മാളുകളിലും തെരുവുകളിലും അനേകരുടെ ജീവനെ എടുക്കുന്നുവെങ്കിൽ കൂടിയും അവിടെ പ്രായപൂർത്തിയായ ആർക്കും ലൈസൻസോടുകൂടി തോക്ക് കൈവശം വെക്കുവാനുള്ള നിയമപരമായ സാധ്യത അവിടെ ഉണ്ട്. ആ സാധ്യത തന്നെയാണ് പലപ്പോഴും ദുർവിനിയോഗം ചെയ്യപ്പെടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അത് ഈ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് മാത്രമല്ല, അമേരിക്കയുടെ ചരിത്രം മുഴുവനായി നമ്മളെടുത്ത് പരിശോധിച്ചാൽ പ്രസിഡന്റുമാർ തുടങ്ങി സാധാരണ ജനങ്ങൾ വരെ, സ്കൂൾ കുട്ടികൾ വരെ തോക്കിൻ്റെ ഇരയായി തീരുന്നു എന്നുള്ളത് തോക്കിനോടുള്ള പ്രണയം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.